തന്നു നിൻ സ്നേഹമെന്നുള്ളിൽ നിൻ മകനാക്കി തീർത്തന്നെ. തന്നു നിൻ സ്നേഹമെന്നുള്ളിൽ നിൻ മകനാക്കി തീർത്തന്നെ. തന്നവകാശവും ദാനങ്ങളും സ്വർഗഭാഗ്യ സന്തോഷവും. തന്നവകാശവും ദാനങ്ങളും സ്വർഗഭാഗ്യ സന്തോഷവും. യേശുവേ എൻ പ്രാണനാഥ, നീ എന്നെ താങ്ങിയല്ലോ. യേശുവേ എൻ പ്രാണനാഥ, നീ എന്നെ താങ്ങിയല്ലോ. ആരുമില്ലാതെയ നാഥന ആലംബഹീനന അലഞ്ഞപ്പോ. ആരുമില്ലാതെയാനാഥന ആലംബഹീനനായി അലഞ്ഞപ്പോ. ആശ്വാസമേക നിന്നരികിൽ അണഞ്ഞ യേശുനാഥ. ആശ്വാസമേക എന്നരികിൽ അണഞ്ഞ യേശുനാഥ. യേശുവേ എൻ പ്രാണനാഥ, നീ എന്നെ താങ്ങിയല്ലോ. യേശുവേ എൻ പ്രാണനാഥ, നീ എന്നെ താങ്ങിയല്ലോ. യേശുവേ എൻ പ്രാണനാഥ, നീ എന്നെ താങ്ങിയല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഏറ്റവും പരിശുദ്ധമേറിയ നാമം ഈ വൈകിയ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രയർ ലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് പാസ്റ്റർ എബ്രഹാം ടി മാത്യു. ഞാൻ തിരുവല്ല സ്വദേശിയാണ്. തിരുവല്ല ടൗൺ IPC സഭയുടെ ഒരു അസോസിയേറ്റ് പാസ്റ്ററായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 19 വർഷക്കാലം ഞങ്ങൾ മഹാരാഷ്ട്രയിൽ കർത്താവിന്റെ പേരിലുള്ള ബന്ധത്തിലായിരുന്നു. മഹാരാഷ്ട്രയിൽ നവി മുംബൈ എന്ന് പറയുന്ന പട്ടണത്തിന്റെ ഒരു ചെറിയ ഗ്രാമത്തിൽ, ഉഡാൻ എന്ന് പറയുന്ന ചെറിയ ഗ്രാമപ്രദേശത്ത് മറാഠിക്കാട് ഇടയിൽ ദീർഘവർഷങ്ങൾ കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. എന്നാൽ ചില ശാരീരിക ബുദ്ധിമുട്ട് നിമിത്തം തിരിച്ച് നാട്ടിലേക്ക് കടന്നു വന്ന ഇപ്പോൾ ഒരു 3-4 വർഷത്തോളമായി നാട്ടിലായിരിക്കുന്നു. ദൈവം അയക്കുന്ന ഇടങ്ങളൊക്കെ കടന്നുപോയി ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊരു ടീം പ്രവർത്തനമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ദേശത്തിന്റെ പല ഭാഗത്ത് പോയി സുവിശേഷം കേട്ടില്ലാത്ത ഇടത്ത് അനേകരോട് ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുവാനും അനേക ഭവനങ്ങളിൽ കയറി ഇറങ്ങി സുവിശേഷം പങ്കുവെക്കുവാനും ട്രാക്റ്റുകൾ കൊടുക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അപ്പർ റൂം പ്രയർ ടവറിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രിയ ദൈവമക്കൾ, ദൈവദാസന്മാർ ഇടയിൽ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ലോകവ്യാപകമായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രയറിലാണെന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ ജോസഫ് മാത്യുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന ഈ ദർശനത്തെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാനും പ്രവർത്തിപ്പാനും അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ ആത്മിക ഉദവിക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് സിസ്റ്റർ സന്ധ്യയാണ്. അല്ലെങ്കിൽ ഞാൻ മുഖാമുഖമായി സിസ്റ്ററിനെ കണ്ടിട്ടില്ല എങ്കിലും കഴിഞ്ഞ ദിവസം ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് ഇപ്രകാരം ഒരു മീറ്റിംഗ് കൊണ്ട് കടന്നു വന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും ദൈവത്തിന്റെ ആ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങൾ പങ്കുവെക്കണമെന്ന് എന്നോട് പറയപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെയാണ്
ഈ മീറ്റിംഗിലേക്ക് ഞാൻ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. സിസ്റ്റർ സന്ധ്യയ്ക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് എൻ്റെ ഒരു അടുത്ത സ്നേഹിതനാകുന്ന പാസ്റ്റർ മാമൻ എബ്രഹാം ആകുന്നു. ഹല്ലേലൂയ. കർത്താവിൽ വളരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ കുടുംബസ്ഥനാണ്. ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഈ രാത്രികാലം നിങ്ങളോടുകൂടെ ആയിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനപ്രകാരം നമ്മോട് പറയുന്നു, ദൈവത്തിന്റെ ഹല്ലേലൂയ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അകൽ പ്രിയമുള്ളവരെ, നാം ഇന്ന് ഹല്ലേലൂയ വൈകിയ സമയത്ത് ദൈവസന്നിധാനത്തിലായിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത്, ദൈവത്തിന്റെ വചനം ചിന്തിക്കുന്നത്, നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അന്യോന്യം അത് ആത്മിക വർധനവിനും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉന്നതിക്കും കാരണമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അല്പസമയം ദൈവത്തിന്റെ വചനം നിങ്ങളോടുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനടിസ്ഥാനമായിട്ട് ഒരു വേദഭാഗം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു, ആകയാൽ നമ്മുടെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസ് ശ്ലീഹ ദൈവാത്മാവിൽ നിറയപ്പെട്ട് യഹൂദിയയിലെ ക്രിസ്ത്യാനികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ആത്മാവിൽ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അതിന്റെ മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക നമുക്കിവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഈ വിശ്വാസ വീരന്മാരൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ അതൊരു കർത്താവിനെ സേവിക്കുകയും വിശ്വസ്തയോടെ കർത്താവിനെ പിൻപറ്റുകയും ചെയ്ത ഒരു അഭിഷക്ത ഹല്ലേലൂയ വൃന്ദങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഈ തിരുവെഴുത്തിൽ കൂടെ ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ നമ്മെ ഓർപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിലുണ്ടായ വിജയങ്ങളെ കുറിച്ച് ദൈവം പറയുന്നത് നാം അത് പിൻപറ്റേണ്ടതിന് വേണ്ടിയാണ്. അവരുടെ പരാജയത്തെ ദൈവം ഓർപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ താഴ്ച ഉണ്ടാകാതിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉത്തേജിപ്പിക്കുകയാണ്, നമ്മെ ഓർപ്പിച്ചുണർത്തുകയാണ്. അവരുടെ ജീവിതത്തിലെ പരാജയങ്ങൾ വന്നുവെങ്കിൽ, അവരുടെ ജീവിതത്തിലെ വീഴ്ചകൾ വന്നുവെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ വരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അതിൽ നിന്ന് നാം പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആയതുകൊണ്ടാണ് യഹൂദ ക്രിസ്ത്യാനികൾക്ക് പൗലോസ് ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നിങ്ങൾ സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ക്രിസ്തീയ പോർക്കളത്തിലാണ് ജീവിക്കുന്നത്. നാം ആത്മീയമായി ഓടുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ഓട്ടം നാം സ്ഥിരതയോടെ പൂർത്തീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പൗലോസ് ശ്ലീഹ തന്നെ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഹല്ലേലൂയ, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഓടുവാൻ വിളിക്കപ്പെട്ട നാം ക്ഷീണിച്ചു പോകേണ്ടവരല്ല, നാം തളർന്നു പോകേണ്ടവരല്ല, നിരാശപ്പെടേണ്ടവരല്ല. എന്നാൽ ധൈര്യത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ നാം സ്ഥിരതയോടെ ഓടേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
അല്ല, നമുക്കറിയാമല്ലോ, ഒരു റണ്ണിങ് റേസിലേക്ക് നാം നോക്കുമ്പോൾ, അല്ലെങ്കിൽ റണ്ണിങ് റേസിൽ പല നിലകളിൽ ഓടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഹഡിൽസ് ഓടുന്നവരുണ്ട്, അല്ലെങ്കിൽ അവിടെ റിലേ കോമ്പറ്റീഷൻ ഉണ്ട്. ഈ റിലേ എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ബാറ്റൺ ഉണ്ട്. ഈ ബാറ്റൺ പിടിച്ചുകൊണ്ടാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലാപ്പ് പൂർത്തീകരിക്കുമ്പോൾ ഈ ബാറ്റൺ അവരുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് കൈമാറിയെങ്കിൽ മാത്രമേ ആ ടീമിന് അതിന്റെ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ, അവരുടെ ഓട്ടം തികച്ചു കഴിയുമ്പോൾ അവർക്ക് സമ്മാനം നേടുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ ബാറ്റൺ കൈമാറുവാൻ താമസിച്ചാൽ, അല്ലെങ്കിൽ അത് തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അവരുടെ പിന്നിൽ വരുന്ന ടീം അവരുടെ മുന്നിൽ കയറി അവർ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാനിടയായി തീരും. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അതൊരു ബാറ്റൺ പോലെ നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിക്കാല നാം ഒരു കാര്യം മറന്നു പോകരുത്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ അത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നാം ഉപയോഗിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കൈമുതലായിട്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനായി ദൈവം തന്നിരിക്കുന്നത്, നമുക്ക് കൊണ്ടുപോകുവാൻ ദൈവം തന്നിരിക്കുന്നത് ലോകത്തിലെ വസ്തുവകകളോ മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനത്തെയാണ് നാം മുറുകെ പിടിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ഓരോ ദിവസവും ഈ വചനത്തെ ഹല്ലേലൂയ വായിക്കുമ്പോൾ, ഇതിനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ഇത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് ഉത്തേജനം തരുവാനിടയായി തീരും. ഈ വചനം നമ്മെ ഹല്ലേലൂയ ചൈതന്യപ്പെടുത്തുന്നതാണ്. ഈ വചനം നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണ്. അല്ലെങ്കിൽ ഈ വചനത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടോ എന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാനിടയായി തീരുന്നു. അല്ലെങ്കിൽ യെരമ്യാ പ്രവാചകനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ദൈവത്തിന്റെ വചനം കണ്ടെത്തിയത് ഭക്ഷിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ വചനം വെറുതെ വായിച്ചു വിടുവാനുള്ളതല്ല. ഈ വചനം വെറുതെ നമുക്ക് കൊണ്ടു നടക്കുവാനായി ദൈവം തന്നിരിക്കുന്നതല്ല. എന്നാൽ ദിനംതോറും ഇത് നാം പ്രമാണിക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ഇതിനെ ആചരിക്കുന്നുവെങ്കിൽ, ഇതിനെ നാം മുറുകെ പറ്റുന്നുവെങ്കിൽ, ഇതിനെ പിൻപറ്റുന്നുവെങ്കിൽ, ഇതിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാ നന്മകളും ദൈവം നമുക്ക് തന്ന് നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചാൽ, ദൈവത്തിന്റെ വചനത്തെ നാം ആചരിച്ചു കഴിഞ്ഞാൽ, അതിലെഴുതിയിരിക്കുന്ന ഓരോ നന്മകളും ദിനംതോറും ദൈവമക്കളാകുന്ന നമുക്ക് ദൈവം നൽകി തരിക തന്നെ ചെയ്യുവാനിടയായി തീരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്റെ ജീവിതാനുഭവത്തിൽ കൂടെ പറഞ്ഞാൽ, ഞങ്ങൾ കർത്താവിന്റെ വേല ഹല്ലേലൂയ മഹാരാഷ്ട്രയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അനേക അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവിടെ ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് മറാഠിക്കാരുടെ നടുവിലാണ്. അല്ലെങ്കിൽ ഒത്തിരി വിശ്വാസികളൊന്നുമില്ലായിരുന്നു. വളരെ കുറച്ച് വിശ്വാസികൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ദൈവം ഒരു പ്രത്യേക ദർശനം തന്ന്, ദൈവം ഒരു നിയോഗം തന്ന് ആ മഹാരാഷ്ട്ര മണ്ണിലേക്ക് ദൈവം ഞങ്ങളെ അയക്കുവാനിടയായി തീർന്നു. ഈ നാടും ഇവിടുത്തെ ഹല്ലേലൂയ ബന്ധുജനങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ വിട്ടിട്ട് ഞങ്ങൾ അവിടെ ഹല്ലേലൂയ അബ്രഹാം പോയതുപോലെ വിശ്വാസത്താൽ ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. അവിടെ ചെന്ന് ഹല്ലേലൂയ ഒരു വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച് കർത്താവിന് വേല ചെയ്യുവാനിടയായി തീർന്നു. പലപ്പോഴും അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടിന് വാടക കൊടുക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ കഴിയാതെ, ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ ആഹാര പദാർത്ഥങ്ങളില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വിശ്വസ്തനാകുന്ന ദൈവം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതവാനാകുന്ന ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഒരു നേരം പോലും ദൈവം ഞങ്ങളെ പട്ടിണി കിടത്തിയിട്ടില്ല. അത്ഭുതം എന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനകളെ അവൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണ്. സമയാസമയങ്ങളിൽ ഓരോ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ദൈവം നൽകി തരിക തന്നെ ചെയ്യുവാനിടയായി തീരും. ചില വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു ബുധനാഴ്ച ദിവസം എന്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞു, അച്ഛന്റെ വീട്ടിലെ അരിയൊക്കെ 1-2 ദിവസം കൂടെ തീരും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നമുക്ക് ആവശ്യമുള്ളത് നൽകി തരുമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ പോക്കറ്റ് പരിശോധിച്ചപ്പോൾ 12 രൂപ മാത്രമേ എന്റെ പോക്കറ്റിലുള്ളൂ. ആ 12 രൂപ വെച്ചുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അല്ലെങ്കിൽ എന്റെ പോക്കറ്റിൽ 12 രൂപയുണ്ട്. വീട്ടിലെ റേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ തീരാൻ പോകുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, പുതുവഴികളെ തുറക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ ആ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ പോക്കറ്റിലുള്ള പൈസ വർദ്ധിച്ചില്ല. എന്നാൽ 12 രൂപ മാത്രം എന്റെ കയ്യിലുള്ളൂ. ഒരു ശനിയാഴ്ച രാവിലെ വൈഫിനോട് പറഞ്ഞു, ഇന്നുകൂടെ മാത്രമേ നമ്മുടെ വീട്ടിൽ വെക്കുവാനുള്ള അരിയും സാധനങ്ങളും ഉള്ളൂ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ എല്ലാം എടുത്ത് ഇന്ന് ചോറും കൂട്ടാൻ വെക്കാൻ പറഞ്ഞു. അതിനുശേഷം ഒരു
ഗ്രാമത്തിലേക്ക് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നുപോയി. അന്ന് ഞങ്ങൾക്ക് മൂത്തൊരു മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൈക്കിളിന്റെ ഒരു സൈക്കിളാണ് അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആ സൈക്കിളിന്റെ മുൻവശത്ത് കുഞ്ഞിനെ ഇരുത്തിയിട്ട് നടുക്ക് ഞാനിരുന്നു, പുറവശത്തെ ഹല്ലേലൂയ കാരിയറില് വൈഫിൽ ഞങ്ങൾ 3 പേരൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച ഗ്രാമത്തിൽ പോയി അനേക ഭവനങ്ങൾ കയറി ഇറങ്ങി സുവിശേഷമൊക്കെ പറഞ്ഞു. അതിലൊരു ഉച്ച കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഹല്ലേലൂയ ഞാൻ വൈഫിനോടും മോനോടും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം എന്തെങ്കിലും അത്ഭുതം ചെയ്താലും മാത്രമേ നമുക്ക് നാളെ ആഹാരം കഴിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ അവർ മുട്ടുപ്പായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സൈക്കിൾ ചവിട്ടുന്ന സമയത്തും ഞാൻ ഹൃദയംഗമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. മാനുഷികമായി ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയോടെ ഞാൻ സൈക്കിൾ ചവിട്ടി വീടിലേക്ക് അടുത്തു വരികയാണ്. വീടിന് അടുക്കാറായപ്പോൾ ഒരു മനുഷ്യൻ എന്റെ ഓപ്പോസിറ്റ് വന്നിട്ട് ഒരു സ്കൂട്ടറിൽ ടൗണിലേക്ക് കടന്നു പോകുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം എന്നോട് ഇപ്രകാരം അവിടെ സൈക്കിൾ നിർത്തി, ഞങ്ങളുടെ സൈക്കിൾ നിർത്തി, അദ്ദേഹം അവിടെ സ്കൂട്ടർ നിർത്തി. അല്ല ഞാൻ അടുത്ത് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ പോയത്. ഞാൻ പറഞ്ഞു ഇന്ന ഗ്രാമത്തിൽ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി സുവിശേഷം പറയുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെ കടന്നു പോയതാണ്. അദ്ദേഹം അടുത്തതായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, നിങ്ങളെ കണ്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ബ്രദറെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അല്പം അരിയും സാധനങ്ങളും ഒക്കെ മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നതാണ്, നിങ്ങളെ കണ്ടില്ല, അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സാധനങ്ങൾ മേടിക്കുവാൻ മാർക്കറ്റിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം വളരെ സന്തോഷിച്ചു. എൻ്റെ വീട്ടിൽ അരിയില്ലെന്നോ സാധനമില്ലെന്നോ ഞാൻ മാനുഷികമായിട്ട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ ചില ദിവസങ്ങളായി ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നത് കൊണ്ട് ആ ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനായതുകൊണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമായതുകൊണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തോട് ദൈവം സംസാരിപ്പാനിടയായി തീർന്നു. ഞാൻ അദ്ദേഹത്തിന് പ്രകാരം ചോദിച്ചു, ബ്രദറെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അല്ലെ നിങ്ങളോട് ആരാണ് ഞങ്ങളുടെ വീട്ടിൽ അരിയില്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കാര്യം പറയുവാനിടയായി തീർന്നു. ഇന്നലെ മുതലേ നിങ്ങളുടെ മുഖം എന്നെ കാണിച്ചു തന്നിട്ട് നിങ്ങളെ സഹായിക്കുക എന്ന് ദൈവം എന്നോട് പറയുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ നോക്കുക, നമ്മെ നിർമ്മിച്ച, നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ സർവശക്തനാകുന്ന ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമാകുന്ന എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അത് നിറവേറ്റി തരുവാൻ അവൻ മതിയായ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അവൻ അതതിന്റെ ആഹാരം കൊടുക്കുന്നു. ആകയാൽ ഒരു പക്ഷിമൃഗാദികൾക്ക് ഒരു ആവശ്യമുണ്ട് എങ്കിൽ അതിന്റെ ഹല്ലേലൂയ ആവശ്യം അനുസരിച്ച് അതിന് വീഴുന്നത് നൽകി കൊടുക്കുന്ന ദൈവമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിർമ്മിക്കപ്പെട്ട, ദൈവത്തിന്റെ കൈപ്പണിയാകുന്ന, യേശുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധരാകുന്ന ദൈവമക്കളാകുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറകളിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അത് ദൈവം നിറവേറ്റി തരിക തന്നെ ചെയ്യുവാനിടയായി തീരും. ഇന്ന് രാത്രി എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അല്ലെങ്കിൽ ആ മനുഷ്യനോട് ദൈവം സംസാരിപ്പാനിടയായി തീർന്നു. എൻ്റെ മുഖം കാണിച്ചു കൊടുത്തിട്ട് ദൈവം തന്നോട് പറഞ്ഞു, ഞങ്ങളെ സഹായിക്ക എന്ന് ദൈവം തന്നോട് സംസാരിച്ചു. എന്നാൽ തലേദിവസം രാത്രി ഈ ദൈവശബ്ദം കേട്ടെങ്കിലും താൻ ഒന്നും മറുപടി ചെയ്യുവാൻ അല്ലെ പ്രതികരിപ്പാനിടയായി തീർന്നില്ല. ശനിയാഴ്ച രാവിലെ അദ്ദേഹം തന്റെ ജോലി സ്ഥലത്ത് പോയി, ജോലിക്ക് പോയിട്ട് വീട്ടിൽ വന്ന് ചോറുണ്ടിട്ട് അല്പസമയം വിശ്രമിക്കുവാനായി കിടന്നുവെങ്കിലും തനിക്ക് ഉറക്കം വന്നില്ല. ദൈവം തന്നെ അവിടെ നിന്ന് തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ച് മാർക്കറ്റിലേക്ക് വിട്ട് ഞങ്ങൾ കഴിക്കുന്ന സെയിം അരി താൻ മേടിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അന്ന് ചില വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്, അന്ന് ഞങ്ങൾ മേടിച്ചിരുന്ന അരിക്ക് 12 രൂപയാണ് 1 കിലോ അരിയുടെ വില എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ബോയിൽ റൈസ് എന്ന് പറയുന്ന ആ റൈസാണ്. അതിലൊരു ഇച്ചിരി വലിപ്പമുള്ള മോട്ടാ ചാവൽ എന്ന് പറയും, അതാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ സെയിം അരി അദ്ദേഹം ഒരു 5 കിലോ അരി മേടിച്ചു. പഞ്ചസാര, പരിപ്പ്, വീട്ടിൽ വരുന്ന സവോള, കിഴങ്ങ്, അങ്ങനെ കുറെ സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങളുടെ മോന് കഴിക്കുവാൻ ഒരു മഞ്ചിന്റെ ചോക്ലേറ്റ് മേടിച്ച് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ കാണുന്നില്ല. അടുത്ത വീട്ടിൽ അവരോട് ചോദിച്ചു, ഇവിടുത്തെ ഫാദർ എന്തെങ്കിലും ചോദിച്ചു. അവർ പറഞ്ഞ അറിയത്തില്ല, രാവിലെ ഇവിടെ പോയതാണ്. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ആ സാധനം കൊടുത്തിട്ട് തിരിച്ച് തനിക്ക് വേണ്ടുന്ന വീട്ടിലെ സാധനങ്ങൾ മേടിക്കുവാൻ മാർക്കറ്റിൽ പോകുന്ന വഴിയാത്രയിലാണ് തന്നെ ഞാൻ കാണുവാനിടയായി തീർന്നത്. ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത്
അടുത്ത വീട്ടിലെ സഹോദരി എന്റെ വൈഫിനെ വിളിച്ചിട്ട് ഈ സാധനങ്ങൾ കൊടുത്തു. ഞാൻ നോക്കിയപ്പോൾ 2 കൈ നിറച്ച് അല്ലെങ്കിൽ 2 കിറ്റ് നിറച്ച് സാധനങ്ങളുമായിട്ട് പ്രിയപ്പെട്ടുള്ള വീട്ടിൽ കയറി വന്നു. അത് ടീപ്പോട് പുറത്തു വെച്ചിട്ട് അല്ലെങ്കിൽ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയം അല്ലെങ്കിൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചു. കണ്ണിൽ കൂടെ കണ്ണുനീർ ധാരധാരയായി വന്നു. അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. മനുഷ്യരാരും നമ്മെ അറിയുന്നില്ലെങ്കിലും, മനുഷ്യരാരും നമ്മളെ ആരും ഗ്രഹിക്കുന്നില്ലെങ്കിലും, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നില്ലെങ്കിലും, സ്വർഗത്തിലെ ദൈവം നമ്മുടെ സകല ആവശ്യങ്ങളും അറിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ആ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അന്ന് ദൈവം നിറവേറ്റി തരുവാനിടയായി തീർന്നു. അങ്ങനെ ഒന്നല്ല രണ്ടല്ല, അനവധി സന്ദർഭങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ അരി തീർന്നപ്പോൾ വീട്ടിൽ കൊണ്ട് ആൾക്കാർ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വാടക കൊടുക്കുവാൻ പണമില്ലാതിരുന്നപ്പോൾ, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുവാൻ ഇല്ലാതിരുന്നപ്പോൾ അതിനൊക്കെ വഴികൾ തുറന്നിട്ടുണ്ട്. ആ ദൈവം ഇന്ന് ജീവിക്കുന്നു. അവന്റെ മഹിമയുടെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഇന്നുവരെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ആ കാലഘട്ടങ്ങളിലൊക്കെ ഞെരുക്കങ്ങൾ അനവധി ജീവിതത്തിൽ വന്നപ്പോഴും അതിന്റെ ഒന്നും നടുവിൽ ദൈവം കൈവിടാതെ ഞങ്ങളെ ജീവോത്സവമായി നടത്തുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 19 വർഷക്കാലം മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ച് അവിടെ ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഒരു 3.5 വർഷത്തോളമായി ഇപ്പോൾ കേരളത്തിലാണ് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ സഭയുടെ ചാർജ് എടുത്തിട്ടില്ല. ചില ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, യാത്ര ചെയ്യുവാനൊക്കെ ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് സഭയുടെ ചാർജ് എടുത്തിട്ടില്ല. എങ്കിലും എന്റെ മാതൃസഭയാകുന്ന തിരുവല്ല IPC ടൗൺ ചർച്ചിൽ അസോസിയേറ്റ് പാസ്റ്ററായി പ്രവർത്തിക്കുന്നു. ദൈവസഭയോട് ചേർന്ന് എല്ലാ ആത്മീയ കൂട്ടായ്മകൾ സംബന്ധിക്കുകയും അതോടൊപ്പം ദൈവം ഐക്യനടങ്ങളിലേക്ക് കടന്നുപോയി അല്ലെങ്കിൽ കർത്താവിന്റെ വചനവും സാക്ഷ്യങ്ങളൊക്കെ വിളിച്ചു പറയുവാൻ ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, വചനം നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നാം ഓടണം. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്, അത് നാം സ്ഥിരതയോടെ ഓടണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ ഓട്ടത്തിൽ നാം അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകരുത്, നാം തളർന്നു പോകരുത്, നാം നിരാശപ്പെട്ടു പോകരുത്. അത് എത്ര ദൂരം നമുക്ക് ഓടണമെന്ന് അറിയത്തില്ല, എത്ര ദിവസം നമ്മൾ ഓടണമെന്ന് അറിയത്തില്ല. എങ്കിലും ഓരോ ദിവസവും ഓടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നമുക്ക് ആവശ്യമുള്ള ഊർജം നൽകി തന്ന്, ബലം നൽകി തന്ന്, ശക്തി നൽകി തന്ന്, കൃപ തന്ന് അവൻ നമ്മെ അക്കരെ എത്തിപ്പാൻ മതിയായ ദൈവമാണ്. ഈ ഓട്ടം ഫിനിഷ് ചെയ്യുവാൻ, ഇത് പൂർത്തീകരിപ്പാൻ നമുക്ക് കഴിയത്തില്ല പ്രിയമുള്ളവരെ. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിയാൽ, ഹല്ലേലൂയ, ആ യേശു നമുക്ക് ശക്തി തരുന്ന ദൈവമാണ്, നമുക്ക് ബലം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആ ഗതി ഓടുന്ന സമയത്ത് നമ്മൾ പരിസരത്തെ നോക്കിയാൽ, നമ്മൾ ചുറ്റുപാടിനെ നോക്കിയാൽ, മറ്റുള്ളവരെ നോക്കിയാൽ ഈ ഓട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. ഇത് ഫിനിഷ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ നോക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണ്? നമ്മുടെ പ്രാണപ്രിയനാകുന്ന യേശുവിലാണ്. നമ്മുടെ നോട്ടം യേശുവിലായിരിക്കട്ടെ. ഒരിക്കൽ ഹല്ലേലൂയ യേശുവിന്റെ ശിഷ്യനാകുന്ന ഹല്ലേലൂയ പത്രോസ് ഹല്ലേലൂയ കടലിൽ മുങ്ങി താഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരിക്കൽ യേശു കർത്താവ് പടക് ഹല്ലേലൂയ യാത്ര ചെയ്യുമ്പോൾ തിരമാലകളുടെ നടുവിൽ കൂടെ നടന്നു വരുന്നത് കണ്ടിട്ട് പത്രോസിന് ഒരു ആഗ്രഹം തോന്നി. അവൻ പറഞ്ഞു, നാഥാ, ഇത് നീ ആകുന്നുവെങ്കിൽ എനിക്ക് കൂടെ ഈ വെള്ളത്തിൽ കൂടെ നടക്കുവാനെന്ന് അനുമതി തരണം, ഒന്ന് പെർമിഷൻ തരണം. അവൻ കർത്താവിനോട് പറഞ്ഞതുപോലെ ദൈവം അവനോട് പറഞ്ഞു, നീ നടന്നുകൊള്ളുക. എന്നാൽ അവൻ ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചു. കുറച്ചു ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ മുങ്ങി താഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ താണു പോകുമ്പോൾ യേശു കർത്താവിന്റെ അടുക്ക ചെന്നിട്ട് അവന്റെ കരം പിടിച്ചവനെ ഉയർത്തി. ഹല്ലേലൂയ. മറ്റുള്ള ശിഷ്യന്മാരുടെ നടുവിൽ ഹല്ലേലൂയ അവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ യേശു അവനെ മാർവോട് അണയ്ക്കുവാനിടയായി തീർന്നു. ആകെ നമ്മുടെ ജീവിത പടകിൽ തിരമാലകൾ വരും, കാറ്റുകൾ വരും, പ്രതികൂലങ്ങൾ വരും, നാം തകർന്നു പോകും നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനവധിയായി കടന്നു വന്നാലും അതിന് നടുവിൽ തകർത്ത് കളയുന്ന ദൈവമല്ല, നമ്മെ ഹല്ലേലൂയ ഇല്ലാതാക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വരുവാൻ
നമ്മുടെ വിശ്വാസത്തിന് താഴ്ച വരുവാൻ അവൻ ഒരു നാളും അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ യേശുവിനെ നാം നോക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആ യേശുവിനെ നാം നോക്കിക്കഴിഞ്ഞാൽ നാം ഹല്ലേലൂയ നിരാശരായി തീരുകയില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, യേശു നമുക്കൊരു റോൾ മോഡലാണ്. നമ്മുടെ മാതൃക പുരുഷൻ ലോക മനുഷ്യരാരുമല്ല, നമ്മുടെ യേശു കർത്താവാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ യേശു ഹല്ലേലൂയ അവൻ ക്രൂശിലെ ഹല്ലേലൂയ സന്തോഷത്തെ ഓർത്തുകൊണ്ട് അപമാനത്തെ അവൻ സഹിപ്പാനിടയായി തീർന്നു. ആകയാൽ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ രക്ഷിപ്പാൻ, നമ്മെ വീണ്ടെടുപ്പാൻ, നമ്മെ ഹല്ലേലൂയ ദൈവമക്കളാക്കി തീർക്കുവാൻ, ഹല്ലേലൂയ അന്ധകാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അവന്റെ മുമ്പിൽ വെച്ചിരുന്ന ഹല്ലേലൂയ ആ ഓട്ടം സ്ഥിരതയോടെ യേശു ഓടി ഹല്ലേലൂയ അപമാനത്തെ സന്തോഷത്തോടെ സഹിപ്പാനിടയായി തീർന്നു. ആ യേശുവിനെ നോക്കുവാനാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ബുദ്ധി ഉപദേശിക്കുന്നത്. രാത്രികാലം നമുക്ക് നോക്കുവാൻ ഒരിടമുണ്ടെങ്കിൽ, നമുക്ക് ഹല്ലേലൂയ പിൻപറ്റുവാൻ ഒരു നായകനുണ്ടെങ്കിൽ, അത് മറ്റാരുമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ യേശു കർത്താവാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ആ യേശുവിനെ നാം നേരെ ചൊവ്വെ നോക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആ യേശുവിനെ നോക്കിയാൽ പല കാര്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പാൻ, പല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, പല കാര്യങ്ങൾ അറിയുവാനിടയായി തീരും. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ മധ്യസ്ഥ നിൽക്കുന്ന ഒരു മഹാപുരോഹിതനായി യേശുവിനെ നാം കാണുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ യഹൂദ ക്രിസ്ത്യാനികൾ പലതിലും അഭിമാനിക്കുന്നവരാണ്. അവർക്ക് ന്യായപ്രമാണമുണ്ട്, യാഗമുണ്ട്, പുരോഹിതന്മാരുണ്ട്, ഹല്ലേലൂയ പല കാര്യങ്ങൾ അവർക്ക് പഴയ നിയമം അനുസരിച്ച് പ്രമാണിപ്പാൻ, പിൻപറ്റുവാൻ, ആചരിപ്പാനുണ്ടെങ്കിലും അതിലൊക്കെ പ്രശംസിക്കുന്ന ഹല്ലേലൂയ യഹൂദ പശ്ചാത്തലമുണ്ട് എങ്കിലും ഹല്ലേലൂയ അതിനെയൊക്കെ വിട്ട് ക്രിസ്തുവിനെ യഥാർത്ഥമായി പിൻപറ്റുവാൻ ഇറങ്ങിത്തിരിച്ച യഹൂദ ക്രിസ്ത്യാനികളെ നോക്കിയിട്ട് ഹല്ലേലൂയ പൗലോസ് പറയുന്നു, നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, നിങ്ങൾ വീണ്ടെടുത്ത കർത്താവ് ജീവിക്കുന്നു. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുന്നു, അവൻ എല്ലാത്തിനും ഹല്ലേലൂയ മതിയായവനാണ്, അവൻ എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠനാണ്. അല്ലെങ്കിൽ പുരോഹിതന്മാരുണ്ട്, യാഗം അവർക്കുണ്ട്, യാഗവസ്തുക്കളുണ്ട്, എന്നാൽ ദൂതഗണമുണ്ട്. ഇതിലെല്ലാം വിശേഷതയുള്ളവനാണ് യേശു എന്ന് അല്ലെങ്കിൽ പൗലോസ് വരച്ചു കാണിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ യഹൂദ ക്രിസ്ത്യാനികളോട്, ദൈവമക്കളോട് ദൈവത്തിന്റെ ദാസൻ ദൈവാത്മാവിൽ പറയുകയാണ്, ആ യേശുവിനെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം തന്നെ അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവിടെ ഒരു വാക്യം നമുക്ക് വായിപ്പാനിടയായി തീരുന്നു. 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തുകൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. അടുത്ത വാക്യം പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വചനം ഇന്ന് രാത്രി നമ്മോട് പറയുന്നു, ആകയാൽ നമ്മുടെ ഹല്ലേലൂയ രക്ഷിപ്പാനായി ആകാശത്തൂടെ കടന്നു വന്ന ഒരു മഹാപുരോഹിതനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾക്ക് മഹാപുരോഹിതനായി ദൈവം അഹരോനെ തിരഞ്ഞെടുത്ത് കൊടുത്തുവെങ്കിൽ, അവന്റെ സന്തതിയെ ദൈവം ഹല്ലേലൂയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചുവെങ്കിൽ, അവരെക്കാളും വിശേഷതയുള്ള, ശ്രേഷ്ഠതയുള്ള, എന്നേക്കുമുള്ള പുരോഹിതനായി യേശുവിനെ നമുക്ക് ദർശിപ്പാനായിത്തീരുന്നു. പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം 4-ാം അധ്യായം പ്രകാരം നമ്മൾ വായിക്കുന്നു, ദൈവപുത്രനായ യേശു
ആകാശത്തു കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ, അവന്റെ പൗരോഹിത്യം മാറിപ്പോകുന്നതല്ല. അവന്റെ പൗരോഹിത്യം നിലനിൽക്കുന്നതാണ്. നിത്യരാജാവാണ്. ഹല്ലേലൂയ, അവൻ രാജാതി രാജാവാകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ യേശു നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ നിത്യ രാജാവായി, നിത്യ പുരോഹിതനായി, ഹല്ലേലൂയ അവനുള്ളത് കൊണ്ട് വചനം നമ്മോട് പറയുന്നു, നമ്മുടെ ഹല്ലേലൂയ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ താഴ്ചകൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിരാശകൾ വരുമ്പോൾ, ശൂന്യതകൾ വരുമ്പോൾ, അവൻ നമ്മെ മറന്നു കളയുന്ന ദൈവം. അവൻ സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ. അവൻ ഹല്ലേലൂയ കരയുന്ന വ്യക്തികളെ നോക്കിയിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ കരയണ്ട. ഹല്ലേലൂയ, അനുതാപത്തോടെ, ഹൃദയത്തിന് തകർച്ചയോടെ ദൈവസന്നിധിയിലേക്ക് വന്നവരെ എല്ലാം യേശു തള്ളിക്കളഞ്ഞില്ല. അവരെ എല്ലാം മാറുവോടണച്ച യേശുവിന്റെ ആ സ്നേഹം എത്ര വലിയതാണെന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ, അങ്ങനെയുള്ളവരെ യേശു ചേർത്ത് നിർത്തിയെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട, ദൈവത്തെ പിൻപറ്റുന്ന, എന്നെ കേൾക്കുന്ന ഓരോ ദൈവത്തിന്റെ പൈതലേ, നമ്മെ ദൈവം തള്ളിക്കളയുന്നവനല്ല. നമ്മെ അവൻ നിരാശപ്പെടുത്തുന്ന ദൈവമല്ല. നമ്മെ ഹല്ലേലൂയ അവൻ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. അവൻ നമ്മെ മാർവോട് അണയ്ക്കുന്ന ദൈവമാണ്. അവന്റെ സ്നേഹം എത്ര വലിയതെന്ന്, അവന്റെ കരുതൽ എത്ര വലിയതെന്ന്, അവന്റെ ഹല്ലേലൂയ വാത്സല്യം എത്ര വലിയതെന്ന് നാം ഗ്രഹിച്ചാൽ എത്ര നല്ലതായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് വചനം നമ്മോട് പറയുന്നു, അയാൾ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു നമുക്കുള്ളത് കൊണ്ട്, യേശു നമുക്കുണ്ട്. അവൻ മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, അന്ധകാരത്തെ ജയിച്ച്, ദുഷ്ട ആധിപത്യങ്ങളെ ജയിച്ച് സ്വർഗ്ഗോന്നതികൾ ഇന്നും ജീവിക്കുന്ന ദൈവം. അവന്റെ ഹല്ലേലൂയ ആധിപത്യത്തിന് മാറ്റമില്ല. യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവൻ എന്നേക്കും മഹാപുരോഹിതനാണ്. അവൻ ഹല്ലേലൂയ രാജാതി രാജാവാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ ആധിപത്യത്തിന് മാറ്റമില്ല. അങ്ങനെയുള്ള ദൈവത്തെയാണ് നമുക്ക് പിൻപറ്റുവാനിടയായി തീരുന്നത്. ഇന്ന് രാത്രി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചാൽ അവന്റെ ഇഷ്ടം പോലെ ഹല്ലേലൂയ ദൈവം നമ്മെ വഴി നടത്തുവാൻ മതിയായ ദൈവമാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ എബ്രായലേഖന കർത്താവ് പറയുന്നു, ശ്രേഷ്ഠ മഹാപുരോഹിതനായി യേശു നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഹല്ലേലൂയ, അഹരോന്യ പൗരോഹിത്യം മാറിപ്പോകുന്ന പൗരോഹിത്യം, അല്ലെങ്കിൽ നീക്കം വരുന്നതാണ്. മരണത്താൽ മാറിപ്പോകുന്നതാണ് അഹരോന്റെ പൗരോഹിത്യം. എന്നാൽ അഹരോനെയും തന്റെ മക്കളെയും ദൈവം പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിപ്പാനിടയായി തീർന്നു. ലേവ്യ പുസ്തകത്തിലും ഒക്കെ നമുക്ക് വായിപ്പാനിടയായി തീരുന്നു. അവരെ എങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കണമെന്ന് വ്യക്തമായ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ, അവരെ ഹല്ലേലൂയ അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ, അവർ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, പുരോഹിത വസ്ത്രം ധരിക്കപ്പെട്ടവരാണ്. അഹരോന്റെ പൗരോഹിത്യമൊക്കെ അവരിൽ ഉണ്ട് എങ്കിലും ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണെങ്കിലും അവർ ദൈവ ആലയത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ ഒന്നാമത് അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവർ ദൈവസന്നിധിയിൽ യാഗം കഴിക്കണം. ഹല്ലേലൂയ, ഓരോ പുരോഹിതനും ദൈവത്തിന്റെ ആലയത്തിൽ കടക്കുന്നതിന് മുമ്പേ അവന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് അവൻ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ യാഗം കഴിച്ച് നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട് മാത്രമേ ജനത്തിനു വേണ്ടി അവന് ശുശ്രൂഷിപ്പാനുണ്ടായിരുന്ന സാവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത് അവന്റെ പാപത്തിന് വേണ്ടി അവൻ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ യാഗം കഴിക്കണം. സ്വന്തം പാപ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിച്ചതിന് ശേഷം മാത്രമേ ജനത്തിനു വേണ്ടി യാഗം കഴിക്കുവാൻ വ്യവസ്ഥയുള്ളൂ. എബ്രായ ലേഖനം തന്നെ 7-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ വായിപ്പാനിടയായി തീരുന്ന 27-ാമത്തെ വാക്യത്തിൽ, ആ മഹാപുരോഹിതനെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിവസം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അപ്പോൾ പുരോഹിതനായിരിക്കുന്ന അഹരോനും കുടുംബത്തിനും പഴയ നിയമകാലത്തെ യാഗത്തിനുള്ള വ്യവസ്ഥ വെച്ചിരിക്കുമ്പോൾ ദൈവം പറയുന്നു, ആ പുരോഹിതൻ
എന്തു ചെയ്യണം? ഒന്നാമത് ജനത്തിന്റെ പാപത്തിന് വേണ്ടി അവൻ ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് മുമ്പേ സ്വന്തം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ പാപം ചെയ്തുവെങ്കിൽ, അകൃത്യം ചെയ്തുവെങ്കിൽ, ബലഹീനനായി തീർന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് യേശുവിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയാണ്. എന്നാൽ നമുക്കുള്ള പുരോഹിതനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തെക്കാൾ ഉന്നതമായി തീർന്നവൻ. ഹല്ലേലൂയ. സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന പവിത്രൻ, നിർദോഷനാകുന്ന ഒരു പുരോഹിതൻ നമുക്കുണ്ട്. ആകെ ഇന്ന് പകൽ നമ്മൾ നിരാശപ്പെട്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് ഒരുവൻ യാഗവസ്തുവുമായിട്ട് ദൈവാലയത്തിൽ വരുമ്പോൾ തല കുനിച്ചുകൊണ്ട് വിനയപ്പെട്ട് സൗമ്യതയോടെ വേണം കടന്നു വരുവാൻ. കാരണം പാപിയാണെന്നുള്ള ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ ബോധമുള്ളത് കൊണ്ടാണ് അവൻ യാഗവസ്തുവുമായിട്ട് ദൈവാലയത്തിൽ കടന്നു വന്നത്. എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ മഹാപുരോഹിതൻ യേശു നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് നമ്മൾ തല കുനിച്ചോ വിധേയപ്പെട്ടോ വിനയാനിതരായോ നിൽക്കണമെന്നല്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, അവങ്കിലേക്ക് വിശ്വാസത്താൽ നമുക്ക് നോക്കാം. രക്ഷ നമുക്ക് സ്വായത്തമാക്കുവാൻ, കൃപകളെ ഏറ്റെടുക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, ആത്മാവിന് നിറവ് പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ അവൻ പവിത്രനാണ്, നിർദോഷമാണ്, നിർമ്മലനാണ്, പാപികളിൽ നിന്ന് വേർപെട്ടവനാണ്. എന്തെല്ലാം ഗുണങ്ങൾ, ഏതെല്ലാം ക്വാളിറ്റീസ് നമ്മുടെ മഹാപുരോഹിതനെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ കൈമുതലായിട്ടുണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പാപികളിൽ നിന്ന് വേർപെട്ടവനായി ആയതുപോലെ ഈ ലോകത്തു നിന്ന് വേർപെട്ട്, അശുദ്ധിയിൽ നിന്ന് വേർപെട്ട്, നിർമ്മലതയോടെ വിശുദ്ധിയോടെ കർത്താവിനെ പിൻപറ്റുവാൻ, കർത്താവിനെ സേവിപ്പാൻ യേശുവിനാൽ നാം വേർതിരിയപ്പെട്ടവനാണ്, വിളിക്കപ്പെട്ടവരാണെന്നുള്ള യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, യേശുവിനെ നാം സൂക്ഷിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ നാം സൂക്ഷിച്ചു നോക്കുമ്പോൾ പല ഗുണങ്ങൾ നമുക്ക് യേശുവിൽ കാണുവാൻ, യേശുവിൽ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു. ഒന്നാമത് നമ്മൾ പറഞ്ഞല്ലോ, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. എബ്രായലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി ആകാശത്തൂടെ കടന്നു പോയവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിലുള്ള ഒന്നാമത്തെ ക്വാളിറ്റി, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. രണ്ടാമത്തെ, ഹല്ലേലൂയ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ അവൻ സഹതാപം കാണിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ വരുമ്പോൾ, ജീവിതത്തിൽ താഴ്ചകൾ വരുമ്പോൾ, ജീവിതത്തിൽ ശൂന്യതകൾ വരുമ്പോൾ, ഇല്ലായ്മകൾ വരുമ്പോൾ, എല്ലാവരും നമ്മെ തള്ളിക്കളയുന്ന സമയത്ത് അത് കണ്ട് മാറി നിൽക്കുന്ന ഒരു യേശുവിനെ അല്ല നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ സമയത്തും നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മെ മാറോട് അണയ്ക്കുന്ന ദൈവസ്നേഹം, നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അഹരോന്യ പൗരോഹിത്യ പ്രകാരം നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. അഹരോന് വിശേഷമാകുന്ന വസ്ത്രങ്ങൾ ധരിപ്പാൻ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ ആ വിശേഷ വസ്ത്രങ്ങൾ ധരിച്ചു കഴിയുമ്പോൾ അവനൊരു വിശേഷ വസ്ത്രത്തിന് മുകളിലിടുന്ന ഒരു മാർപ്പതക്കമുണ്ട്. ആ മാർപ്പതക്കത്തിനകത്ത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ പേര് കൊത്തിയിരിക്കുന്ന കല്ലുകൾ അതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മാർപ്പതക്കം എന്ന് പറയുന്നത് നെഞ്ചിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വസ്ത്രമാണ്. ഈ മാർപ്പതക്കത്തിൽ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും അവൻ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ്
അവൻ ദൈവാലയത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടെ പറയാം, എന്റെ മഹാപുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആ യേശുവിന്റെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. ഒരു കാലത്ത് ക്രിസ്തുവുമോട് ബന്ധമില്ലാതെ ക്രിസ്തുവിന് ഒരു ശത്രുതയായിരുന്നു എന്നെ അവൻ കൃപയാൽ രക്തത്താൽ വീണ്ടും അവന്റെ മകനാക്കി തീർത്തു, അവന്റെ മകളാക്കി തീർത്തു. നിത്യരാജ്യത്തിന് അവകാശിയാക്കി എന്നെ തീർത്തിരിക്കുമ്പോൾ ഞാൻ ഇന്ന് അന്യല്ല, പരദേശിയല്ല. ഞാൻ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഞാൻ ദൈവത്തിന്റെ പ്രിയ മകനാണ്, ദൈവത്തിന്റെ പ്രിയ മകളാണ്. ആ സൗഭാഗ്യം, ആ ഭാഗ്യ പദവി, ആ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ മകനാക്കി എന്നെ തീർത്തിരിക്കുമ്പോ ഞാൻ ലോകത്തിൽ നിന്ന് വേർപെട്ടവനാണ്. വിശുദ്ധിയോടെ, നിർമ്മലതയോടെ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാനായി വിളിക്കപ്പെട്ടവനാണെന്നുള്ള വസ്തുത ഇന്ന് രാത്രി നാം ഒരിക്കലും മറന്നു പോകും. പ്രിയമുള്ളവരെ, വചനം നമ്മോട് പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവന് സഹതാപം കാണിപ്പാൻ കഴിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏത് തകർച്ച വന്നാലും, ഏത് താഴ്ച വന്നാലും, എന്ത് വീഴ്ച വന്നാലും ആ യേശു നമ്മെ തള്ളിക്കളയുന്നവനല്ല, നമ്മെ അവിടെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, കോവിഡിന് മുമ്പ് 2019 എനിക്ക് നല്ലൊരു ഒരു ദിവസം പാരലൈസ് ഉണ്ടാകുവാനിടയായി തീർന്നു. രാവിലെ ഞങ്ങള് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേറ്റു. പ്രാർത്ഥന കഴിഞ്ഞ് വൈഫിനോട് ഞാൻ ചായ ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അവള് ചായ ഇട്ടോണ്ട് തന്നു. ആ ചായ കുടിച്ചിട്ട് ചായ കപ്പ് ഞാൻ എന്റെ ബെഡിന്റെ സൈഡിൽ തന്നെ വെച്ചിട്ട് ആ കട്ടിൽ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ആ വല്ലാത്തൊരു ക്ഷീണമൊക്കെ തോന്നിയിട്ടാണ് ഞാൻ അവിടെ കിടന്നത്. ഒരു ഞായറാഴ്ച രാവിലെ ആയിരുന്നു. ഞങ്ങള് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് 1 മണിക്കൂർ ബൈക്കിൽ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങള് പ്രവർത്തിക്കുന്ന ഗ്രാമത്തിൽ ഞങ്ങൾ ചെല്ലാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ 1 മണിക്കൂർ യാത്ര ചെയ്യണം. ബൈക്കാണ് അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞാനും വൈഫുമാണ് ബൈക്കിൽ പോകുന്നത്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും അടുത്തുള്ള ഒരു ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. അവിടെ സൺഡേ സ്കൂളിൽ പോയിട്ട് അവിടെ ആരാധനയൊക്കെ കൂടിയിട്ട് അവര് തിരിച്ചു വീട്ടിൽ വന്ന് കുറെ കഴിയുമ്പോഴാണ് ഞങ്ങളുടെ ചർച്ചിൽ മടങ്ങി വരുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ രാവിലെ എഴുന്നേറ്റ് ഇവളേക്ക് ചായ ഇട്ട് തന്നു. ഞാൻ കുടിച്ചിട്ട് ആ കട്ടിലിൽ തന്നെ കപ്പ് വെച്ചിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. എത്രയൊക്കെ ആയ സമയത്ത് വൈഫ് വന്ന് നോക്കുമ്പോൾ ഞാൻ നല്ല ഉറക്കമാണ്. ഇവളെന്നെ തട്ടി ഉണർത്തി അച്ഛൻ എഴുന്നേക്കം പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഇന്ന് ഞായറാഴ്ച അല്ലയോ, ചർച്ചിൽ പോകണ്ടായോ? ഞാൻ ഇവളെ നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് സംസാരിപ്പാൻ കഴിയുന്നില്ല. എനിക്ക് ബെഡ് എഴുന്നേൽപ്പാൻ കഴിയുമായിരുന്ന അവസ്ഥയായിരുന്നില്ല. പ്രിയമുള്ളവരെ, എനിക്ക് എന്നെ അറിയത്തില്ല എന്താ സംഭവിച്ചത്. വൈഫിനോട് പറയുവാൻ കഴിയുന്നില്ല. ഞാൻ ഇങ്ങനെ വൈഫിനെ നോക്കുന്നുവെങ്കിലും എന്റെ 2 കണ്ണിന്റെ ദൃഷ്ടിയും ഇടത്തും വലത്തെ 2 സൈഡിലോട്ട് ഇങ്ങനെ 2 സൈഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് നേരെ നോക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഒരു പരുവത്തിന് എഴുന്നേറ്റ് കട്ടിൽ ഇരുന്നുവെങ്കിലും നിലത്തെ കാൽ ഉറപ്പിക്കുവാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ അടുത്ത ചർച്ചിലെ പാസ്റ്ററിനെ മൂത്ത മോൻ പോയി വിളിച്ചുകൊണ്ട് വന്നു. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ചർച്ചിലെ 2 കുഞ്ഞുങ്ങൾ അവരുടെ കാറുമായിട്ട് വന്നിട്ട് എന്നെ വൈഫും മോനും ഈ 2 സഹോദരങ്ങളും എല്ലാം കൂടെ പൊക്കിയെടുത്ത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് റോഡൊക്കെ എനിക്ക് നല്ല നിശ്ചയമുണ്ടെങ്കിലും എനിക്ക് ആരോടും സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം പാരലൈസ് വന്നിട്ട് എന്റെ നാമം തളർന്നു പോയി. എന്റെ മുഖം കൂടിപ്പോയപ്പോൾ വൈഫ് സ്വോത്രം ചെയ്ത് തിരുമ്മി അത് നേരെയാക്കി. ഹോസ്പിറ്റലിൽ ചെന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അബോധാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ ഒത്തിരി ഛർദിച്ചു. ഇതെല്ലാം എന്റെ വൈഫ് പിന്നീട് പറഞ്ഞുള്ള ഓർമ്മകളാണ്. ഛർദിക്കുന്നതോടൊപ്പം തന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ യൂറിൻ പോകുവാൻ തുടങ്ങി. കുറെ ഛർദിച്ച് കഴിഞ്ഞിട്ട് ഈ മരിക്കുന്ന സമയത്ത് ആൾക്കാർ എടുക്കുന്ന ഒരു ഇക്കിളുണ്ട്. ആ ഇക്കിളും ഞാൻ എടുക്കുവാനിടയായിട്ടുണ്ട്. അപ്പോഴാണ് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ഓടി വന്നിട്ട് MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRI ചെയ്യുവാൻ കൊണ്ടുപോയി. ആ സമയത്ത് MRI റിപ്പോർട്ട് കിട്ടിയപ്പോൾ മനസ്സിലായി എനിക്ക് ബ്രെയിൻ ഹെമറേജ് ഉണ്ട്. ഹല്ലേലൂയ. ബ്രെയിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടായി. ഒരു അത്യാസന്ന നിലയിലാണെന്നുള്ള റിപ്പോർട്ടാണ് അന്ന് ലഭിക്കപ്പെടുവാനിടയായിത്തീർന്നത്. BP നോക്കിയപ്പോൾ 260 മേളിൽ എന്റെ BP ആയിരുന്നു. ഡോക്ടർ അപ്പോൾ വൈഫിനോടും മോനോടും ഒക്കെ പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു, ഈ പേഷ്യന്റ് രക്ഷപ്പെടത്തില്ല. അനേക ദൈവമക്കൾ ദേശത്തിന്റെ അനേക ഇടത്തിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. എനിക്ക് ഇവിടെ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, 3-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, എന്റെ വൈഫിനെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക്, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഏബ്രഹാമിനാണ് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വന്നിരിക്കുന്നത്. ബ്രെയിൻ ഹെമറേജ് ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സൈഡ് ഫുൾ പാരലൈസ് ആയി പോയി.
ഈ ഒരു സൈഡിലെ കയ്യോ കാലോ അനക്കുവാൻ കഴിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ദൈവാധീനം ഉണ്ടെങ്കിൽ പുള്ളി 6 മാസം എടുക്കും ഈ കയ്യോ കാലോ ഒന്ന് ചലിപ്പിക്കുവാൻ. ഈ കയ്യോ കാലോ ചലിപ്പിക്കുവാൻ ഏറ്റവും കുറഞ്ഞ 6 മാസം എടുക്കും. ഈ 6 മാസത്തിനകത്ത് കയ്യോ കാലോ ചലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് ഇനി ഒത്തിരി സമയങ്ങൾ എടുക്കും ഒരു പേന എടുത്ത് എഴുതുവാനോ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് നടക്കുവാനോ. അല്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം ഒരു ഹല്ലേലൂയ വാഴപ്പിണ്ട് വെട്ടിയിട്ടതുപോലെ അനങ്ങാതെ താൻ ഇങ്ങനെ കട്ടിൽ കിടക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് വൈകിട്ട് ഒരു കൗൺസിലിംഗ് ഉണ്ട്. ഡൈപ്പറൊക്കെ മാറ്റി ഇടിപ്പിക്കുന്ന, അല്ലെ ഇങ്ങനെ പേഷ്യന്റ് ആയിട്ട് ഇങ്ങനെ ബെഡ് റിഡനായി കിടക്കുന്നവരെ തിരിച്ചു കിടത്തുന്നതൊക്കെ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുവാൻ ഒരു കൗൺസിലിംഗ് ക്ലാസ് എന്ന് പറഞ്ഞു. അതിന് ചെല്ലണമെന്നൊക്കെ വൈഫിനോട് അവർ പറയുവാനിടയായി തീർന്നു. എന്നാൽ അവൾ അതിനൊന്നും പോയില്ല. ദൈവത്തോട് മുറ്റിപ്പായി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അനേക ദൈവദാസന്മാരോട് അനേക ദൈവമക്കളോട് ഒക്കെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. അനേക ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. എനിക്ക് സംസാരിപ്പാൻ കഴിയത്തില്ല, ഓർമ്മ നഷ്ടപ്പെട്ടവനായി ഞാൻ ഐസിയുവിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, അത്ഭുതം എന്ന് പറയട്ടെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവന് കഴിയാത്തതൊന്നുമില്ല. 7ാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു സൺഡേയിലാണ് എനിക്കിത് സംഭവിക്കുന്നത്. നെക്സ്റ്റ് സൺഡേ, അടുത്ത സൺഡേയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത ചർച്ചിൽ അല്ലെങ്കിൽ അവര് ആരാധനയ്ക്ക് ശേഷമായിട്ട് ആ ദൈവദാസൻ പറഞ്ഞ എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് കൈയോട് കൈ കോർത്ത് പിടിച്ച് ഏബ്രഹാം ഭാഷയോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവരുടെ പ്രാർത്ഥന മാത്രമെന്നല്ല, അനേക ദൈവമക്കൾ, അനേക ദൈവദാസന്മാർ, അനേക ദൈവസഭകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും ആ സഭ ആകുമ്പോൾ പലര് വട്ടം കൂടി നിന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ച സമയമായിരുന്നു. എനിക്ക് എന്തോ ഫുഡ് തരാന് എന്റെ വൈഫിനെ ഡോക്ടർമാരെ വിളിച്ച് ഐസിയുവിനകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവളോടാണ് 2-3 ദിവസം മുന്നേ ഡോക്ടർ പറഞ്ഞത്, എന്റെ ഈ തളർന്നുപോയ കയ്യോ കാലോ അനക്കുവാൻ ഏറ്റവും കുറഞ്ഞ 6 മാസം എടുക്കും. ബ്രെയിൻ ഹെമറേജ് ഉണ്ട്, ബ്ലീഡിങ് ആയിട്ടുണ്ട്, ഇത് ചിലപ്പം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അല്ലെ മെൽറ്റ് ആയി പോവാൻ, നമുക്ക് ഇഞ്ചക്ഷൻ കുത്തിവെക്കാൻ എന്നൊക്കെ പറഞ്ഞ ആ നിലയിൽ പല ട്രീറ്റ്മെന്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ, ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി എന്നിലേക്ക് ഇറങ്ങുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ തളർന്നു കിടന്ന എന്റെ ഈ കൈയും കാലും ചലിപ്പിച്ചു. ഹല്ലേലൂയ, നാവ് തളർന്നുപോയ, നാവെടുത്ത് സംസാരിക്കാൻ കഴിയാതിരുന്ന എന്റെ നാവെടുത്ത് ഞാൻ ആദ്യം സ്തോത്രം എന്നാണ് പറയുവാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, മെമ്മറി നഷ്ടപ്പെട്ട, ഓർമ്മയില്ലാതിരുന്ന, സംസാരിക്കാൻ കഴിയാതിരുന്ന എന്നിലേക്ക് ദൈവശക്തി ഇറങ്ങിയപ്പോൾ, എന്നിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ, അവൻ അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവമാണ്. അവന് കഴിയാത്തതൊന്നുമില്ല. അവൻ ഹല്ലേലൂയ മരിച്ച് മൺമറഞ്ഞ ഹല്ലേലൂയ ലാസറിനെ പോലും ജീവിപ്പിച്ച ദൈവമാണ്. ആ കർത്താവ് ഇന്ന് ജീവിക്കുന്നു. അവന് കഴിയാത്തതൊന്നുമില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗബന്ധനമാണെങ്കിലും, ഏത് ഹല്ലേലൂയ പ്രശ്നമാണെങ്കിലും ദൈവം നിങ്ങളെ അതിന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, മരിച്ച് നാറ്റം വെച്ച ലാസറിനെ 4-ാം ദിവസം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവം ശക്തി പകരുന്ന ദൈവമാണ്. അവൻ അതിനെ അതിജീവിപ്പാൻ ആവശ്യമായ ദൈവശക്തി നിങ്ങളുടെ മേൽ പകരുന്ന ദൈവമാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ഹല്ലേലൂയ, ദൈവശക്തി എന്നിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ, എന്റെ കൈ അല്പമായിട്ട് ഞാൻ ഉയർത്തി. ആദ്യം ഞാൻ സ്തോത്രം എന്ന വാക്കാണ് ഉച്ചരിപ്പാനിടയായി തീർന്നത്. എന്റെ വൈഫ് ഇത് കണ്ടു. കാരണം ഇവളോട് 3 ദിവസം മുന്നേ ഡോക്ടർ പറഞ്ഞത് എന്റെ കയ്യോ കാലോ ഒന്ന് ചലിപ്പിക്കുമെന്ന് ഏറ്റവും കുറഞ്ഞ 6 മാസം എടുക്കും. ഇവള് അത്ഭുതമായിട്ട് വന്നു. അവൾക്ക് അത്ഭുതമായിട്ട് തോന്നി. ഇവള് പെട്ടെന്ന് മൊബൈലിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഓൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഇപ്പൊ കൈ അനക്കായിരുന്നല്ലോ, കൈ ഒന്ന് അനക്കാൻ പറഞ്ഞു. ഞാനപ്പോ ഇടതുവശത്തെ കൈ അനക്കി കാണിച്ചു. കാരണം ഇടതുവശത്തെ കൈയും കാലും എനിക്ക് അനക്കാം, അവന് സ്വാധീനമുണ്ട്. റൈറ്റ് സൈഡ് ആണ് പാരലൈസ് ആയിട്ട് പോയത്. അപ്പൊ ഇവള് പറഞ്ഞല്ല, ലെഫ്റ്റ് അല്ല റൈറ്റ് ഇപ്പൊ അനക്കായിരുന്നു, ആ കൈ ഒന്നും അനക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ കൈ അല്പമായിട്ട് ഒന്ന് ഉയർത്തി, ഞാൻ സ്തോത്രം പറഞ്ഞു. അവളത് റെക്കോർഡ് ചെയ്തു. ഉടനെ തന്നെ നമ്മുടെ വീടിനടുത്തുണ്ടായിരുന്ന ആ ചർച്ചിലെ പാസ്റ്ററെ വിളിച്ചു. അദ്ദേഹം ഫോൺ എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാ സിസ്റ്ററെ വിളിച്ചത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഏബ്രഹാം പാസ്റ്റർ കൈ അനക്കി, ഈ സ്തോത്രം പറഞ്ഞു എന്ന് പറഞ്ഞു. ആ ദിവസം മൊത്തമായിട്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞ് ദൈവത്തെ അവർ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മൊത്തം വിശ്വാസികളും എന്നെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിൽ കടന്നു വന്നു. അന്ന് വൈകിട്ട് ബോംബെയുടെ പല ഭാഗത്തു നിന്നും, ഇവൻ പൂനെയിൽ നിന്ന് പോലും എന്നെ കാണുവാൻ ദൈവമക്കളും ദൈവദാസന്മാരൊക്കെ കടന്നു വന്നു.
ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. അല്ലെങ്കിൽ അവന് കഴിയാത്തതൊന്നുമില്ല. അല്ലെങ്കിൽ തളർന്നുപോയ എന്നെ, ഓർമ്മ നഷ്ടപ്പെട്ട എന്നിലേക്ക് ദൈവത്തിന്റെ ശക്തി മടങ്ങി വന്നു. അല്ലെങ്കിൽ ദൈവം എന്നെ സൗഖ്യമാക്കി, ദൈവം എന്നെ വിടുവിച്ചു. അവിടുന്ന് 10ാമത്തെ ദിവസം അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയിട്ട് ഫ്ലൈറ്റിലാണ് നാട്ടിലേക്ക് വരുന്നത്. 9 ദിവസം ICU കിടന്ന കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. എന്നാൽ 10ാം ദിവസം ഡിസ്ചാർജ് ആയിട്ട് നാട്ടിലോട്ട് വരുവാൻ താഴെ ക്രച്ചസിൽ ഒന്ന് കിടക്കുമ്പോൾ ആംബുലൻസിൽ കയറുന്നതും ഫ്ലൈറ്റിൽ കയറുന്ന അങ്ങനെ ചെറിയ ചെറിയ ഓർമ്മകൾ മാത്രമേ എനിക്ക് ഇപ്പോഴും ഉള്ളൂ. അവിടുന്ന് പുഷ്പരി ഹോസ്പിറ്റലിൽ വന്ന് 4 ദിവസം ഇവിടെ കിടന്നു. 4ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നു. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് 1.5 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വടിയുടെ സഹായത്തോടെ ട്രെയിനിൽ യാത്ര ചെയ്ത് മുംബൈയിലേക്ക് തിരിച്ചു പോകാൻ ദൈവം കൃപ ചെയ്തു. എന്നാൽ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആര് നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞുകൊള്ളട്ടെ, മെഡിക്കൽ സയൻസോ അല്ലെങ്കിൽ വൈദ്യന്മാരോ ഡോക്ടർമാരോ ഇത് നടക്കത്തില്ല, എഴുന്നേൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മൾ നിർമ്മിച്ച ദൈവത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുവാൻ, അതിനെ ഹല്ലേലൂയ തകർക്കുവാൻ ലോകശക്തിക്കോ മറ്റാർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബലഹീനനായിരുന്ന എന്റെ ദൈവം ബലവാനാക്കി തീർത്തു. തളർന്നുപോയ എന്റെ ശരീരത്തിന്മേൽ ദൈവശക്തി ഇറങ്ങി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ ഇന്ന് ബൈക്ക് ഓടിക്കുന്നുണ്ട്, പലയിടത്ത് യാത്ര ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നുണ്ട്. ആ കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രോഗങ്ങളോ ഏതെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, അവൻ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. അവൻ ഹല്ലേലൂയ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, സമാധാന പ്രഭു എന്നാണ് അവന്റെ പേര്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, അല്ലെങ്കിൽ വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. ആകെ നമുക്ക് നോക്കുവാൻ ഒറ്റ ഇടമേ ഉള്ളൂ, അത് യേശുവാണ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പത്രോസ് ചുറ്റുപാട് നോക്കിയപ്പോൾ, ഹല്ലേലൂയ, വെള്ളത്തെ നോക്കിയപ്പോൾ, തിരമാലകളെ നോക്കിയപ്പോൾ അവന് തോന്നി ഞാൻ മുങ്ങിപ്പോകും. എന്നാൽ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുവാൻ, തകർന്നു പോകുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല. അവനെ യേശു ഹല്ലേലൂയ താങ്ങി എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിന് പ്രതിസന്ധിയുടെ നടുവിലും, നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ വരുമ്പോൾ, രോഗങ്ങൾ നമ്മെ പിടിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് ദൈവം അറിയാതെയല്ല വരുന്നത്. അതിന്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവേ, എന്റെ രോഗത്തിന്റെ പിന്നിൽ നിന്റെ ഉദ്ദേശം എന്താണ്, നിന്റെ ഹിതം എന്താണ്, അത് എന്നിൽ വെളിപ്പെടുത്തണമേ എന്ന് ആര് ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ പ്രാർത്ഥനകളെ കേട്ട് മറുപടി അയക്കുന്ന ദൈവം ഹല്ലേലൂയ എന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, യേശു നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ടുണ്ട്. ആകെ നമുക്ക് അവനെ നോക്കാം. രണ്ടാമത്, അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഹല്ലേലൂയ, സഹതാപം കാണിക്കുന്നവനാണ്. അവൻ വചനം പറയുന്നു, സഹതപിക്കുന്നവരോടുകൂടെ സഹതപിക്കുന്നവനാണ്, കരയുന്നവരോടുകൂടെ കരയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തെ പിൻപറ്റുവാൻ, ഇത്ര നല്ല ദൈവത്തെ സേവിപ്പാൻ, ഇത്ര നല്ല ദൈവത്തെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ ജാതിയാക്കി ദൈവം നമ്മെ തീർത്തിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ രണ്ട്, അവൻ നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിയുന്നവനാണ്. മൂന്നാമത്തെ കാര്യം, യേശുവിനെ നോക്കുവാൻ പറഞ്ഞിരിക്കുന്നതിന്റെ, ഹല്ലേലൂയ, ഇബ്രാഹിം 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ. ഹല്ലേലൂയ. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. അവൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു, മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു. എങ്കിലും നമ്മിൽ നിന്നുള്ള വ്യത്യാസം, അവനിൽ പാപമില്ലായിരുന്നു. അതേ, മുമ്പേ നമ്മൾ വായിച്ചല്ലോ, അവൻ പവിത്രനാണ്, നിർദോഷനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പീലാത്തോസ് പോലും അവനെ ഹല്ലേലൂയ 2-3 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല, മരണകരമാകുന്ന യാതൊരു കുറ്റവും കാണുന്നില്ല. എന്നാൽ ജനത്തിന്റെ ആരവാരവും അധികമാകുന്നത് കൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരമാണ് യേശുവിനെ മരണവിധിക്ക് വേണ്ടി പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ.
അനേക ന്യായസഭയുടെ മുമ്പിൽ യേശുവിനെ കൊണ്ടുപോയെങ്കിൽ അവരെല്ലാം വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഇവന്റെ യാതൊരു തെറ്റും കാണുന്നു. അതെ, ഹല്ലേലൂയ. പവിത്രനാകുന്ന, നിർദോഷനാകുന്ന, നിർമ്മലനാകുന്ന യേശു ഇന്നും നമ്മുടെ മഹാപുരോഹിതനായി നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ കൈവിടുന്നവനല്ല. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അഹരോൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ആദ്യം യാഗം കഴിക്കണം, രണ്ടാമത് ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ തിരുവചനത്തിൽ പറയുന്നു, എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ എന്നേക്കും മഹാപുരോഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം യേശു കർത്താവ് എന്നേക്കും നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നേക്കും പുരോഹിതനായി നിൽക്കുന്നു. സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി, പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ദിവസം പ്രതി അഹരോനും തന്റെ പുത്രന്മാർക്ക് യാഗം കഴിക്കേണ്ടി വന്നുവെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുന്നു, അവൻ അങ്ങനെ യാഗം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ഹല്ലേലൂയ അവൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഹല്ലേലൂയ ബലഹീന മനുഷ്യരെ മഹാപുരോഹിതനാക്കി. ന്യായപ്രമാണത്തിനും പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞതായി തീർന്ന പുത്രനെ പുരോഹിതനാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ ഹല്ലേലൂയ തികഞ്ഞവരാക്കുവാൻ, നമ്മെ യോഗ്യരാക്കുവാൻ, നമ്മെ ഹല്ലേലൂയ നിർമ്മലന്മാരാക്കുവാൻ യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആയതുകൊണ്ട് നമുക്ക് ആ യേശുവിനെ സൂക്ഷിച്ചു നോക്കാം. ഹല്ലേലൂയ. അവൻ എന്നേക്കും പുരോഹിതനായി നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ആ യേശുവിനെ സൂക്ഷിച്ചു നോക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, നമുക്കിലൊക്കെ നോക്കി പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ആര് യഥാർത്ഥമായി യേശുവിനെ നോക്കിയോ അവരുടെ മുഖം ലജ്ജിതമായി തീരുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിരാശയോടും ഭാരത്തോടും ദുഃഖത്തോടും വേദനയോടും കൂടെയാണോ ഇന്ന് നീ യേശുവിനെ നോക്കുന്നത്? അതേ, നിന്റെ ജീവിതത്തിന് നിരാശകളെ മാറ്റുവാൻ അവന് മതിയായ ദൈവം, നിന്റെ വേദനകളെ മാറ്റുവാൻ യേശു മതിയായവനാണ്. നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയാണെങ്കിലും രാത്രി ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ്. നമ്മുടെ സമീപത്ത് മനുഷ്യരാരുമില്ലെങ്കിലും യേശുവിന്റെ സാമീപ്യം നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതിവേഗം പാഞ്ഞു നിന്ന് ദൈവത്തിന്റെ വചനം അയച്ച്, ആത്മാവിന്റെ ക്രിയ അയച്ച് നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകളെ, പ്രതിസന്ധികളെ, രോഗങ്ങളെ, ബലഹീനതകളെ മാറ്റുവാൻ യേശു മതിയായവനാണ്. ഇന്ന് ഹല്ലേലൂയ രാത്രികാലം, ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിലേക്ക് നോക്കി പറയാം, കർത്താവ്, ഞാൻ നിന്റെ പൈതലാണ്, ഞാൻ ശരണത്തിനായി അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. അങ്ങനെ കൈവിടരുത്, അങ്ങനെ ഉപേക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ കൈവിടത്തില്ല. ഹല്ലേലൂയ. ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, യേശുവിനെ നാം സൂക്ഷിച്ചു നോക്കേണ്ടത് ഏറ്റവും ആവശ്യം. സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതും ഇന്ന് രാത്രി നമുക്ക് യേശുവിനെ നോക്കാം. വീണവരെയല്ല നാം നോക്കണം, തകർന്നവരെയല്ല നാം നോക്കേണ്ടത്. എന്നാൽ യേശുവിനെ നോക്കിയാൽ അവനിൽ യാതൊരു ബലഹീനതകളുമില്ല, അവനിൽ യാതൊരു കുറവുകളില്ല, അവന്റെ യാതൊരു ഹല്ലേലൂയ ന്യൂനതകളും പറയുവാനില്ല. അവൻ ഹല്ലേലൂയ സർവശക്തനാകുന്ന ദൈവത്തിന്റെ പുത്രനാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവന് കഴിയാത്ത ഒരു കാര്യവും ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആ യേശുവിലേക്ക് നോക്കാം. അല്ലെങ്കിൽ യേശുവിനെ നോക്കിയാൽ, അല്ലെങ്കിൽ യേശുവിനെ കണ്ടുകിടഞ്ഞാൽ നമുക്ക് ഇപ്രകാരം പറയുവാനിടയായിത്തീരും, ഈ ലോകം എന്റെ മുമ്പിൽ ചെറുതാണ്. പ്രൈസ് ദി ലോർഡ്. ആ സ്വർഗീയ മഹിമ കണ്ടുകിടഞ്ഞാൽ ഹല്ലേലൂയ ലോകത്തെ പിന്നെ നാം വലുതായി കാണത്തില്ല, ലോകത്തെ വലുതായി കാണത്തില്ല. എല്ലാത്തെയും ചപ്പെന്നും ചവറെന്നും എണ്ണുവാനിടയായിത്തീരും. ദൈവദാസൻ പൗലോസ് തന്നെ പറഞ്ഞു, ഞാൻ ക്രിസ്തു നിമിത്തം സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിൽ നമുക്കും അങ്ങനെ പറയുവാനിടയായി തീരട്ടെ. യേശു എന്നിൽ ഉള്ളത് കൊണ്ട്, ഞാൻ യേശുവിന്റെ മകനായതുകൊണ്ട്, യേശുവിന്റെ മകളായതുകൊണ്ട് ഈ ലോകം എനിക്ക് വലുതല്ല, ഈ ലോകം എനിക്ക് ഒന്നുമില്ല എന്ന് എണ്ണുവാൻ, എന്നാൽ ഹല്ലേലൂയ നിത്യമായതിനെ കൈപ്പറ്റുവാൻ, അതിലേക്ക് എത്തിച്ചേരുവാനുള്ള വ്യഗ്രതയോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ അല്ലെ നമ്മുടെ മുമ്പിൽ ചെന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. അതിനായി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ഹല്ലേലൂയ ക്ഷണിപ്പാനിടയായി തീർന്ന
പാസ്റ്റർ ജോസഫ് മാത്യുവിന്, അല്ലെങ്കിൽ മുഖാന്തരമായി തീർന്ന സന്ധ്യാസിന്, പാസ്റ്റർ മാമൻ എബ്രഹാമൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടെയുള്ള ക്രിസ്തുവിൽ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. എന്നെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. കടന്നു പോകുന്നിടത്ത് അനേകരോട് സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിന്റെ രാജ്യനിവാസികളായി തീരുവാൻ, ഹല്ലേലൂയ, പാപികൾ മനസ്സാന്തരപ്പെടുവാൻ ഈ ദിവസം ദൈവം കൃപ ചെയ്യണം. ദൈവരാജ്യത്തിന് കെട്ടുമണിക്ക് വേണ്ടി എന്നാലാകുന്നിടത്തോളം വിശ്വസ്തയോടെ നിന്ന് കർത്താവിനോട് പ്രവർത്തിപ്പാൻ ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഹല്ലേലൂയ ദൈവം തന്ന് നിർത്തേണ്ടതിനായി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ശുശ്രൂഷകൾക്ക് ഇന്ന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനവുമായി തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങളുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. രോഗത്തിലോ പ്രതിസന്ധിയിലോ കടഭാരത്തിലോ നിരാശയിലോ ശൂന്യതാബോധത്തിലോ ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ വരെ ആശ്വസിപ്പിക്കുമാറാകണം. നിന്റെ ജനത്തോട് നീ മനസ്സിലിയണമേ, നിന്റെ ജനത്തോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അപ്പുറവും പ്രയർ ടവറിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിന്മാരെ ദൈവം അനുഗ്രഹിക്കണം. ഇതിന്റെ എല്ലാ അംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പേര് പറയുന്ന, ഇവിടെ ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് വെക്കുകയാണ്. രാത്രി നിന്റെ ജനത്തെ കർത്താവേ അങ്ങ് അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കൊടുക്കണം. അവരുടെ തലമുറകളുടെ മേൽ അനുഗ്രഹവും അവരുടെ കുടുംബത്തിലെ ദൈവ സമാധാനവും ആവസിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാം നമ്മളാൽ നിറയ്ക്കണം. പുത്രൻ വർദ്ധിപ്പിക്കാട്ടെ. പ്രാർത്ഥനയുടേതിനാൽ സ്തോത്രം. യേശു കർത്താവിൻ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ.